നമസ്കാരം. ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വാർത്തകളുമായി വാർത്താ സന്ധ്യ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ വാർത്തയിലേക്കാണ് ആദ്യം. തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 5-ന് നടക്കും. ഫെബ്രുവരി 8-നാണ് വോട്ടെണ്ണൽ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്യാനാകില്ലെന്നും തെരഞ്ഞെടുപ്പ് നടക്കുന്നത് സുതാര്യമായെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു. കേന്ദ്ര ബജറ്റ് അവതരണം ഉണ്ടായാൽ ഡൽഹിക്കായുള്ള പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടുത്തരുത് എന്ന നിർദ്ദേശം നൽകുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പറഞ്ഞു. ഫെബ്രുവരി 5-നാണ് 70 സീറ്റുകളിലേക്കുള്ള ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ്. വോട്ടെടുപ്പ് കഴിഞ്ഞാൽ 3-ാം ദിവസം വോട്ടെണ്ണൽ. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള അവസാന ദിവസം ഈ മാസം 17-ഉം പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം 20-ഉമാണ്. 1.55 കോടി വോട്ടർമാരാണ് ഡൽഹിയിൽ ഉള്ളതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. We will start, it's a single phase election. Date of notification will be 10th of January, Friday. Last date of making nomination will be 17th of January. Scrutiny on 18th of January. Withdrawal 20th. These are the statutory periods of time which is given. Date of poll is 5th. And counting is 8th. And 5th again we have very deliberately kept Wednesday. क्योंकि हम सोचते हैं सब दिल्ली वाले वोट करें, इसलिए इस बार भी महाराष्ट्र की तरह हमने इसको वेडनेसडे में रखा है. एंटायर इलेक्शन प्रोसेस आफ्टर काउंटिंग विल बी कंप्लीट बाय 10th. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ച വോട്ടർ പട്ടികയിലെ കൃത്രിമം, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഹാക്ക് ചെയ്യാൻ കഴിയുമെന്ന ആരോപണങ്ങൾ കോടതി ഉത്തരവ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ തള്ളി. തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമെന്നും രാജീവ് കുമാറിന്റെ പ്രതികരണം. EVMs are foolproof devices for counting. Allegations of tampering are baseless. We are not saying. We are speaking now because we don't speak when elections are on. And I want to clarify this so that it remains. Questions are not asked. When asked, at least you are all equipped to check them before writing. കള്ളങ്ങൾ പ്രചരിപ്പിച്ച് ആളുകളെ ഭയപ്പെടുത്തരുതെന്നായിരുന്നു ആരോപണങ്ങൾക്കെതിരെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മറുപടി നൽകിയത്. വോട്ടെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ കേന്ദ്ര ബജറ്റ് അവതരണമുണ്ടായാൽ ഡൽഹിക്ക് മാത്രമായുള്ള പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടുത്തരുതെന്ന് ക്യാബിനറ്റ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകുമെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ആർ അച്യുതൻ, 24 ഡൽഹി. അങ്ങനെ ചൂടേറിയ രാഷ്ട്രീയ പോരാട്ടത്തിന് കളമൊരുങ്ങുകയാണ് രാജ്യ തലസ്ഥാനത്ത്. ഭരണം നിലനിർത്താൻ ആം ആദ്മി പാർട്ടിയും ഡബിൾ എഞ്ചിൻ സർക്കാരിനായി BJPയും കളത്തിലിറങ്ങിയതോടെ പ്രചാരണ ചൂടിലാണ് ഡൽഹി. നഷ്ടപ്രതാപം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസും രംഗത്തെത്തിയതോടെ ത്രികോണ മത്സരത്തിനാണ് ഡൽഹിയിൽ കളമൊരുങ്ങുന്നത്. രാഷ്ട്രീയ വിപ്ലവം സൃഷ്ടിച്ച് 2013 കളം പിടിച്ച ആം ആദ്മി പാർട്ടി ഇക്കുറി നേരിടുന്നത് സമാനതകളില്ലാത്ത വെല്ലുവിളി. മദ്യനയ അഴിമതി ആരോപണം, പാർട്ടിയുടെ മുഖമായ അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽവാസം, കോടികൾ ചെലവഴിച്ചുള്ള ഔദ്യോഗിക വസതി മോടി പിടിപ്പിക്കൽ, നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക്, ഇങ്ങനെ തുടങ്ങി നിരവധി പ്രതിസന്ധികൾക്കിടയിലാണ് ആം ആദ്മി പാർട്ടി ജനവിധിക്കിറങ്ങുന്നത്. മധ്യവർഗത്തിന്റെ പൾസറിഞ്ഞ് ജനകീയ പദ്ധതികൾ നടപ്പാക്കി കയ്യടി നേടിയ അരവിന്ദ് കെജ്രിവാൾ 3-ാം തവണയും ഭരണത്തിലേറാനായി നോട്ടമിടുന്നതും ജനകീയ പ്രഖ്യാപനങ്ങളിൽ തന്നെ. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും 2 അക്കം കടക്കാൻ സാധിക്കാത്ത BJP ഇക്കുറി ഡൽഹി പിടിച്ചെടുക്കാൻ അരയും തലയും മുറുക്കി ഇറങ്ങിക്കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാകും മുഖം. വികസന പ്രവർത്തനങ്ങളാണ് BJPയുടെ പ്രചാരണ ആയുധം. ഡൽഹിയിൽ 12,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ രാഷ്ട്രീയ സന്ദേശമുണ്ട്. അതോടൊപ്പം CAG റിപ്പോർട്ടും അഴിമതി ആരോപണവും BJPക്ക് പിടിവള്ളിയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്കും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യമായി മത്സരിച്ചിട്ടും കാലിടറിയ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്നതാകും നിയമസഭാ തെരഞ്ഞെടുപ്പ്. തലയെടുപ്പുള്ള നേതാവിന്റെ അഭാവമാണ് തുടർച്ചയായി 15 വർഷം ഭരണത്തിലിരുന്നിട്ടും ഇപ്പോൾ ചിത്രത്തിലില്ലാത്ത നിലയിലേക്ക് കോൺഗ്രസ് തകരാൻ കാരണം. ജയിൽവാസം നേരിട്ടത് മുഖ്യമന്ത്രി ഉൾപ്പെടെ 3 മന്ത്രിമാർ. രാജ്യത്ത് മറ്റൊരു സർക്കാരും നേരിടാത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ആം ആദ്മി പാർട്ടിക്ക് നിലനിൽപ്പിന്റേതാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ്. ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജൻ, 24. ഇന്നത്തെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കാണ് ഇനി. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത DCC ട്രഷറർ NM വിജയന്റെ കുടുംബം. NM വിജയൻ എഴുതിയ കത്തുകൾ KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും നേരിട്ട് നൽകിയിട്ടും ഇരുവരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് മകൻ വിജേഷ് 24നോട് പറഞ്ഞു. സാമ്പത്തിക ബാധ്യത വരുത്തിയത് പാർട്ടിയാണെന്നും ഉത്തരവാദിത്തം കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. NM വിജയൻ എഴുതിയ കത്തുകൾ കെ സുധാകരനും VD സതീശനും നേരിട്ടാണ് കൈമാറിയത്. കെ സുധാകരൻ നമുക്ക് നോക്കാമെന്ന് മറുപടി നൽകി. VD സതീശനിൽ നിന്ന് ലഭിച്ച പ്രതികരണം നല്ല നിലയിലായിരുന്നില്ല. കത്തുകൾ തന്റെ മുന്നിൽ വെച്ചാണ് കെ സുധാകരൻ വായിച്ചത്. എൻ്റെ മുമ്പിൽ നിന്നാണ് വായിച്ചത്. അവർക്ക് എന്ത് വേണം പറയാലോ.
ഒരു കോൺഗ്രസ് നേതാവും മരണശേഷം തിരിഞ്ഞു നോക്കിയില്ല. പിതാവിന്റെയും സഹോദരന്റെയും ആത്മഹത്യ കുടുംബ പ്രശ്നമാക്കാൻ ശ്രമം നടന്നു. അടുത്ത ബന്ധുക്കളെ പോലും നേതാക്കൾ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന വിജയന്റെ മരുമകൾ പത്മജ. ഒരു ആരോപണം ഉണ്ട് ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുള്ള രീതിക്ക് കൊടുത്ത സമയത്ത് ആ ബന്ധു തന്നെയാണ് പറഞ്ഞത് നമ്മളെടുത്ത് ഇങ്ങനെ പറ്റിപ്പോയതാണ്, അവർ വഴിതിരിച്ചു വിടാൻ പറഞ്ഞു. പക്ഷെ അച്ഛൻ്റെ ഇത്രയും ബാധ്യത അവർക്കും അറിയുണ്ടായിരുന്നില്ല എന്നാണ്. ഞങ്ങൾക്കറിയില്ലല്ലോ, പിന്നെ ബന്ധുക്കൾക്കും. ആരോപണങ്ങളിൽ പാർട്ടി അന്വേഷണം നടക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കത്ത് കിട്ടിയിട്ടില്ലെന്ന് താൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. എൻ.എം. വിജയന്റെ കുടുംബം ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചെന്നും വി.ഡി. സതീശൻ. പാർട്ടി അന്വേഷിക്കുകയാണ്. എൻ്റെ അടുത്ത് ഒരു 2 ദിവസം മുമ്പാണ് ഈ ഒരു കത്ത് കൊണ്ടുവന്ന് തന്നത്. ഞാൻ അവരോട് വിശദമായിട്ട് അത് ചോദിച്ചറിഞ്ഞു. എനിക്ക് അവ്യക്തതയുള്ള ചില ഭാഗം ഞാൻ അവരോട് പറഞ്ഞു, അവ്യക്തതയുണ്ട്, അത് എന്താണെന്ന് ചോദിച്ചു. വിശദമായി അവരുമായിട്ട് ചോദിച്ചറിഞ്ഞു. ഞാൻ ആ കത്ത് കിട്ടിയിട്ടില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അതിനോട് പ്രതികരിക്കുന്നത്. ഞാനൊരു മോശമായിട്ടും പെരുമാറിയില്ല. ഇതിന് മകൻ വിജേഷ് നൽകിയ മറുപടി ഇങ്ങനെ: ഞാൻ എൻ്റെ അച്ഛൻ്റെ ഒരു ഇതിൻ്റെ പുറത്താണ് ഞാൻ അവരെ കാണാൻ പോകുന്നത് തന്നെ. അല്ലെങ്കിൽ എനിക്കൊരു പോസ്റ്റൽ കാർഡ് അയച്ചാൽ മതിയായിരുന്നു. ഞാനത് കുറച്ചും കൂടെ ഇതായി ആവുമല്ലോ എന്ന് വെച്ചിട്ടാണ് നേരിട്ട് പോയി കൊടുക്കേണ്ട ഒരു ഇത് വന്നത്. അപ്പോൾ എനിക്കൊരു ഭീഷണിപ്പെടുത്താനുള്ള ഇതുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനത്തെ ഒരു ഭീഷണി ഞാൻ പെടുത്തിയിട്ടുമില്ല. ഒരു പാർട്ടി നേതാവ് പറയേണ്ട രീതിയിലല്ല എന്നോട് പറഞ്ഞത്. ആ പാർട്ടിയിലുള്ള ആളാണ് ഈ ഒരു ഇതിൽ ബലിയാടായത്. നീതി ഒന്നും കിട്ടിയിട്ടില്ല. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷം ഒരു പ്രാവശ്യം പോലും വിളിച്ച് സംസാരിക്കാൻ പറ്റാത്തത് വലിയ നീതികേട് തന്നെയാണ്. കേസിൽ വിജിലൻസ് സംഘം വിജേഷിന്റെ മൊഴി രേഖപ്പെടുത്തി. 24 വയനാട്. മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിക്കായി സ്മാരകം നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ. രാഷ്ട്രീയ സ്മൃതി സ്ഥലിലാണ് സ്മാരകം നിർമ്മിക്കുക. പ്രണബ് മുഖർജിയുടെ മകൾ ശർമിഷ്ഠ മുഖർജി പ്രധാനമന്ത്രിയെ കണ്ട് നന്ദി അറിയിച്ചു. പ്രണബ് മുഖർജിയുടെ മരണത്തിൽ കോൺഗ്രസിനെതിരെ മകൾ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് കേന്ദ്ര നടപടി. നിതിൻ അംബുജൻ വിവരങ്ങളുമായി. നിതിൻ, ഇപ്പോഴിങ്ങനെ ഒരു സ്മാരകത്തിലേക്ക് പോകുന്നതിന് പിന്നിൽ അത്തരത്തിലൊരു രാഷ്ട്രീയ ലക്ഷ്യം കൂടിയുണ്ടെന്ന് കരുതണമോ? എന്തായാലും അനുജ, ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ നീക്കമുണ്ടെന്ന് വിലയിരുത്താം. കാരണം നമുക്കറിയാം, മൻമോഹൻ സിംഗിന്റെ സ്മാരകവുമായി ബന്ധപ്പെട്ട വിവാദം നിലനിൽക്കുന്നിടെയാണ് കോൺഗ്രസിനെതിരെ വലിയ ആരോപണം മകൾ ശർമിഷ്ഠ മുഖർജി ഉന്നയിച്ചത്. പ്രണബ് മുഖർജിയുടെ വിയോഗത്തിന് ശേഷം CWC യോഗം ചേരുകയോ ഒരു അനുശോചന യോഗം ചേരുകയോ ചെയ്തിരുന്നില്ല എന്നത് BJP വലിയ ആയുധമാക്കിയിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ എന്തായാലും പ്രണബ് മുഖർജി, മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിക്ക് സ്മാരകം നിർമ്മിക്കാൻ കേന്ദ്രം തയ്യാറായിരിക്കുന്നത്. രാഷ്ട്രീയ സ്മൃതിസ്ഥൽ, രാജ്ഘട്ടിന് സമീപത്തെ രാഷ്ട്രീയ സ്മൃതിസ്ഥലിലാകും സ്മാരകം നിർമ്മിക്കുക. കേന്ദ്രത്തിന്റെ തീരുമാനത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് മകൾ ശർമിഷ്ഠ മുഖർജി രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്കറിയാം, മൻമോഹൻ സിംഗിന്റെ സ്മാരക വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ പോര് കോൺഗ്രസും BJP തമ്മിൽ നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിക്ക് സ്മാരകം നിർമ്മിക്കാൻ കേന്ദ്രം തയ്യാറായിരിക്കുന്നത്. അപ്പോഴും എന്തുകൊണ്ട് മൻമോഹൻ സിംഗിന് വേണ്ട വിധത്തിലൊരു പരിഗണന നൽകുന്നില്ലെന്ന ചോദ്യമാണ് കോൺഗ്രസ് ഈ ഘട്ടത്തിലും ഉയർത്തുന്നത്. ശരി, അതാണ് നിതിൻ അംബുജൻ നൽകിയ വിവരം. നേരത്തെ നടി ഹണി റോസ് സ്ത്രീത്വത്തെ അപമാനിക്കുന്നു എന്ന പരാതിയിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ ടെലിഫോൺ ലൈനിൽ പ്രതികരിക്കാറുണ്ട്. ശ്രീ ബോബി ചെമ്മണ്ണൂർ, താങ്കൾ അറിഞ്ഞു കാണുമെന്ന് കരുതുന്നു, തുടർച്ചയായ അശ്ലീല അധിക്ഷേപങ്ങൾ നടത്തി അതുകൊണ്ട് പരാതി കൊടുത്തു എന്ന് പറയുകയാണ് ഹണി റോസ്. താങ്കൾ എങ്ങനെ കാണുന്നു ഇതിനെ? ഞാൻ സ്ത്രീത്വത്തെ അഭിമാനിക്കാറില്ല. സ്ത്രീകളോടൊക്കെ ബഹുമാനമാണുള്ളൂ. പിന്നെ മോശമായ വാക്കുകളൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. കുന്തി ദേവിയോട് ഉപമിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. അത് വളരെ ഓപ്പൺ ആയിട്ട് സ്റ്റേജിൽ വെച്ചാണ്. അതിന് ആൾക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. ആ സമയത്ത് 1-2 ഇനാഗ്രേഷൻസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെ മോശമായ ഇന്റൻഷനൊന്നും അതിലില്ല. ഞാൻ പറഞ്ഞ വാക്കുകളിലൊന്നും മോശമായ കാര്യങ്ങളില്ല. പിന്നെ ചിലര് ഹണി റോസിന്റെ പോസ്റ്റില് മോശമായ കമന്റുകൾ ഇട്ടിരുന്നു. കുന്തി ദേവിക്ക് പകരം അത് ഇങ്ങനെയല്ലേ ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞ് പലതും ഇട്ടിരുന്നു. അല്ല, അതെന്താണ് ഈ കുന്തി ദേവിയുമായി താരതമ്യം ചെയ്യാനുള്ള ഒരു പശ്ചാത്തലം എന്താണ് ബോബി ചെമ്മണ്ണൂർ? കുന്തി ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാഭാരതത്തിൽ ഇതാണല്ലോ. അപ്പൊ അതിന്റെ ഒരു സീരിയൽ ഇതൊക്കെ കണ്ടിട്ടുണ്ട്. അതിന്റെ കഥകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്ക് അതുമായിട്ടൊരു സാദൃശ്യമുണ്ട് എന്ന് വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞു. അല്ല, മഹാഭാരതത്തിൽ വേറെയും കഥാപാത്രങ്ങളുണ്ടല്ലോ. എന്നോട് പറയുണ്ടായി. മഹാഭാരതത്തിൽ വേറെയും കഥാപാത്രങ്ങളുണ്ട്. മറ്റൊന്ന്, ശ്രീ ബോബി ചെമ്മണ്ണൂർ, ഇതിലിപ്പോൾ ഹണി റോസ് പറയുന്ന തുടർച്ചയായി അശ്ലീല അധിക്ഷേപം നടത്തുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, പിന്തുടർന്നിങ്ങനെ ഇത് സ്ഥിരമായി ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ, അത് വളരെ ഗുരുതരമല്ലേ? സ്ഥിരമായി എന്ന് പറഞ്ഞാൽ 2 ഉദ്ഘാടനത്തിനാണ് വന്നിട്ടുള്ളത്. ഞാൻ 2 പ്രാവശ്യമാണ് ഇവരെ കണ്ടിട്ടുള്ളത്. പിന്നെ ഒരുപാട് വർഷങ്ങൾ മുമ്പാണ് ഏതൊരു ഉദ്ഘാടനത്തിന് വന്നിട്ടുള്ളത്. അപ്പോ ഈ 2 ഉദ്ഘാടനത്തിനും ഞങ്ങൾ സ്റ്റേജിൽ ഡാൻസ് കളിച്ചിരുന്നു. വളരെ ഓപ്പൺ ആയിട്ടാണ് ഡാൻസ് കളിച്ചിട്ടുള്ളത്.
അല്ലെങ്കിൽ ഇതുപോലെയുള്ള മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. അപ്പോ അതിൽ മോശമായ വാക്കുകൾ ഒന്നും തന്നെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അത് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു നോക്കുമ്പോൾ പിന്നെ ഇതിന് ഞാൻ ഇങ്ങനെയായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാകുക എന്ന് പറഞ്ഞ് പലരും കമന്റുകളിൽ ഇട്ടിട്ടിരുന്നു. അപ്പോ അണി റോസിന്റെ ഇതിലും കണ്ടത് പലരും മോശമായി കമന്റുകളായിട്ട് പ്രതികരിക്കുന്നു, ഞാൻ പറയാത്ത വാക്കുകൾ പറഞ്ഞുകൊണ്ട് പ്രതികരിക്കുന്നു എന്നുള്ള ഒരു ഈ ഒരൊറ്റ കാര്യം മാത്രമല്ല, പിന്തുടർന്ന് തുടർച്ചയായി ഇത് നടത്തുന്നു എന്ന് പറയുന്നുണ്ട്. മറ്റൊന്ന്, താങ്കളുടെ തന്നെ മാനസിക നിലയിലുള്ള കൂട്ടാളികൾക്കെതിരെ പിറകെ പരാതി ഉണ്ടാകും, പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കൂ എന്നൊക്കെ ഹണിറോസ് പറയുന്നുണ്ട്. അല്ല, 2 പ്രാവശ്യം ഞാൻ ഇവരെ കണ്ടിട്ടില്ല, 2 ഉദ്ഘാടനത്തിനാണ്. അപ്പൊ പിന്തുടർന്ന് പിന്നെ ഒരു ഫംഗ്ഷന് ഞാൻ ചീഫ് ഗസ്റ്റ് ആയിരുന്നു, അന്ന് ഇവര് ഇനാഗ്രേഷൻ ഉണ്ടായിരുന്നു, അന്ന് കണ്ടിരുന്നു എന്നല്ലാതെ ഞാൻ ഇവരെ കണ്ടിട്ടില്ല. പിന്നെ പണത്തിന്റെ ഹുങ്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്നെ അറിയുന്ന അടുത്തറിയുന്ന ഒരുപാട് പേർക്ക് അങ്ങനെ പറയില്ല. പിന്നെ അങ്ങനെ അവർക്ക് തെറ്റിദ്ധരിച്ച് കാണാം. എന്തായാലും ഇതിലിപ്പോ പരാതി നൽകിയിരിക്കുന്നു. അപ്പൊ അടുത്ത എന്താണ്, താങ്കൾ അതിനെ നിയമത്തിന്റെ രീതിയിൽ തന്നെ നേരിടുമെന്നാണോ? ഞാൻ വക്കീലായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോ പറഞ്ഞ നിയമത്തിന്റെ ഇതിൽ അല്ലെങ്കിൽ പോലീസിനോ കുന്തി ദേവി എന്ന് പറഞ്ഞതുകൊണ്ടോ ഇതുപോലൊക്കെയുള്ള വാക്കുകൾ പറഞ്ഞതുകൊണ്ട് അത് കുറ്റകരമായ വാക്കുകളായിട്ട് ഡിക്ഷണറിയിലോ അല്ലെങ്കിൽ മറ്റോ അങ്ങനത്തേലൊന്നും അത് കുറ്റകരമായിട്ട് കാണുന്നില്ല. പിന്നെ എന്നുള്ളതാണ് വക്കീലിന്റെ ഭാഗത്തുനിന്നുള്ള ഉപദേശം. അങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് ഇപ്പോൾ പരാതി കൊടുത്തിട്ടുള്ളത്. വളരെ നന്ദി ശ്രീ ബോബി ചെമ്മണ്ണൂർ പ്രതികരിച്ചതിന്. പോലീസിൽ നടി ഹണിറോസ് പരാതി നൽകി ബോബി ചെമ്മണ്ണൂരിനെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചു എന്നതാണ് ആരോപണം. താൻ സൈബർ ആക്രമണത്തിന്റെ ഏറ്റവും വലിയ ഇരയാണ് എന്നതാണ് ഹണിറോസ് 24-നോട് പറഞ്ഞത്. ആ പോസ്റ്റിൽ ആ പോസ്റ്റ് ഇട്ട സമയത്ത് ഞാൻ ആ വ്യക്തിയുടെ പേര് പറഞ്ഞില്ല. ഇപ്പൊ പറയുന്നു ബോബി ചെമ്മണ്ണൂർ. അദ്ദേഹമാണ് ഭയങ്കര മോശമായിട്ടുള്ള ലൈംഗിക ചൊവ്വയുള്ള പരാമർശങ്ങൾ പല സ്റ്റേജിലും പല പ്ലാറ്റ്ഫോമിലും, ഈവൻ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിന്റെ ഭാഗമായി ഒരു ഉദ്ഘാടനത്തിന് പങ്കെടുക്കുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടുകൾ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത് ആദ്യം. അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ്ലി ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും പല പ്ലാറ്റ്ഫോമുകളിലും വളരെ മോശമായിട്ടുള്ള പരാമർശം എന്നെയും എന്റെ ശരീരത്തെ പറ്റിയും അല്ലെങ്കിൽ പല ജസ്റ്റേഴ്സ് മുഖേനയും സ്ലട്ട് ഷെയ്മിങ് ചെയ്യുന്ന രീതിയിലായിരുന്നു ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ ഉണ്ടായത്. വീണ്ടും വാർത്താസന്ധിയിലേക്ക്. UDF-ൽ ചേർന്ന് പ്രവർത്തിക്കാൻ താത്പര്യം പ്രകടിപ്പിച്ച PV അൻവർ MLA പാണക്കാട്ടെത്തി മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളുമായും PK കുഞ്ഞാലിക്കുട്ടിയുമായും ചർച്ച നടത്തി. PV അൻവറിനെ മുന്നണിയിലെടുക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് UDF എത്തിയിട്ടില്ല. PV അൻവർ മുൻപുന്നയിച്ച വിമർശനങ്ങളിൽ രാഷ്ട്രീയ വ്യക്തത വരുത്തണമെന്നാണ് കോൺഗ്രസിലെ യുവ നേതാക്കളുടെ നിലപാട്. വനം വകുപ്പ് ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ PV അൻവർ പിന്തുണച്ച UDF നേതാക്കളെ നേരിൽ കാണുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഉച്ചയ്ക്ക് 12 മണിയോടെ പാണക്കാട്ടേക്ക്. മലയോര മേഖലയുടെ പ്രശ്നങ്ങളിൽ അൻവർ എടുക്കുന്ന നിലപാടിൽ എതിർപ്പില്ലെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. വിഷയത്തോടൊപ്പം ലീഗുണ്ടെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയും. ഇപ്പോൾ അയാൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രശ്നത്തിൽ UDF-ന് എതിർപ്പൊന്നുമില്ല. കാരണം ഇപ്പോൾ വന നിയമത്തിലെ ഭേദഗതി കുറച്ച് സങ്കീർണമാണ്. അവിടെ ഒരു മനുഷ്യത്വപരമായിട്ട് സമീപനം ഉണ്ടായിരിക്കണം. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരണം. അപ്പോൾ അതിന് എന്തെല്ലാമാണോ ചെയ്യേണ്ടത് അത് UDF ചെയ്യും. മലയോര കർഷകരുടെ പ്രശ്നമാണ് ഇന്ന് അൻവർ MLA അവർ തങ്ങളുമായി സംസാരിച്ചതും അതുപോലെ തന്നെ ഇവിടെ വന്ന് സംസാരിച്ചതുമൊക്കെ. ബാക്കി കാര്യങ്ങൾ UDF മൊത്തത്തിലെടുക്കേണ്ട ഒരു സമീപനമാണ്. ഇന്നലെയും ഞാൻ പറഞ്ഞിരുന്നു, അത് കൂട്ടായി ചർച്ച ചെയ്ത് ഞങ്ങൾ തീരുമാനിക്കും. മുന്നണിയിൽ പ്രതീക്ഷ ഉണ്ടാകുന്നതിൽ തെറ്റില്ല. ബാക്കി മുന്നണിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ മുന്നണി കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട വിഷയമാണെന്ന് എനിക്ക് പറയാനുള്ള ഫ്രീഡമുള്ളൂ. അൻവറിനെ UDF-ലേക്ക് എടുക്കില്ലെന്ന കടുത്ത നിലപാട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് മയപ്പെടുത്തി. UDF തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ മുൻകൂട്ടി പറയുന്നത് ശരിയല്ല. UDF ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അത് ഉചിതമായ സമയത്ത് എന്ത് വേണമെന്ന് UDF നേതൃത്വം കൂടിയാലോചിച്ച് തീരുമാനിക്കും. ആരോപണങ്ങൾ ഉന്നയിക്കുകയും പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണ്. അത് ഞാൻ നേരത്തെ അതിന് മറുപടി പറഞ്ഞാണ്. അദ്ദേഹത്തെ കൊണ്ട് ആരോപണം ഉന്നയിപ്പിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. എനിക്കെതിരായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചു. അതേ ആളെ കൊണ്ട് തന്നെ ആ ആരോപണം ഉന്നയിപ്പിച്ച പിണറായി വിജയന് എതിരായിട്ട് ഇനി കൂടുതൽ പറയാറുണ്ട്.
വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊന്നും ഇതിനകത്ത് പ്രസക്തിയില്ല. രാഷ്ട്രീയമായ തീരുമാനം രാഷ്ട്രീയമായ സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനിക്കും. രാഹുൽ ഗാന്ധിക്കെതിരായ വിമർശനം, വി ഡി സതീശനെതിരെ ഉന്നയിച്ച അഴിമതി ആരോപണം തുടങ്ങിയ കാര്യങ്ങളിൽ PV അൻവർ രാഷ്ട്രീയ വ്യക്തത വരുത്തണമെന്ന ആവശ്യമാണ് കോൺഗ്രസിലെ യുവ നേതാക്കൾക്കുള്ളത്. മലയോര മേഖലയുടെ പ്രശ്നം പറഞ്ഞ് പാണക്കാട് വഴി UDFിലേക്ക് വഴിവെട്ടുകയാണ് PV അൻവർ. അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമായി UDF നേതൃത്വത്തിൽ തിരക്കിട്ട കൂടിയാലോചനകൾ നടക്കുന്നു. നേതാക്കളുടെ എല്ലാം പ്രതികരണം കരുതലോടെയാണ്. വിപിൻ C വിജയൻ, 24 മലപ്പുറം. PV അൻവറിനെതിരെ കോൺഗ്രസ് നേതാവ് ആര്യാടൻ ഷൗക്കത്ത് 9 വർഷമായി കർഷകർക്ക് വേണ്ടി PV അൻവറിന്റെ ശബ്ദം കേട്ടിട്ടില്ല. കോൺഗ്രസ് നിരവധി സമരങ്ങൾ ചെയ്തു, അപ്പോഴും PV അൻവർ മിണ്ടിയിട്ടില്ലെന്നും ആര്യാടൻ ഷൗക്കത്ത് കുറ്റപ്പെടുത്തി. കഴിഞ്ഞ 9 വർഷമായി നിലമ്പൂരിലെ കർഷകർക്ക് ഈ കാട്ടാൻ അക്രമത്തിനെതിരെ നമ്മൾ വലിയ ജനകീയ സമരങ്ങൾ നടത്തി. ഇതൊക്കെ നടത്തുമ്പോഴും നമ്മൾ ഈ ശബ്ദം മുൻപ് കേട്ടിട്ടില്ല. അതാ ഞാൻ പറഞ്ഞു, 9 കൊല്ലമായി നമ്മൾ കൊണ്ടുവന്ന ബൈപ്പാസ് അതൊന്ന് പൂർത്തീകരിക്കാൻ അതിലൊരു കൊട്ട മണ്ണ് അഡീഷണൽ ഇടാൻ സാധിച്ചു. എന്ത് ചെയ്തു ഈ ഇവിടെ കഴിഞ്ഞ 9 വർഷമായിട്ട് ഈ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഇപ്പോ അൻവർ പറയുന്നത് എന്നെ ഒന്നും ചെയ്യാൻ പാർട്ടി സമ്മതിച്ചില്ല. തിരികെ വാർത്താസന്ധ്യയിലേക്ക് ഇനി സ്കൂൾ കലോത്സവ വാർത്തകൾ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടം. 877 പോയിന്റുമായി കണ്ണൂരാണ് 1-ാം സ്ഥാനത്ത്. 875 പോയിന്റുമായി തൃശൂർ തൊട്ട് പിന്നാലെയുണ്ട്. 873 പോയിന്റുമായി പാലക്കാട് 3-ാമതും 871 പോയിന്റുമായി കോഴിക്കോട് 4-ാം സ്ഥാനത്തും തുടരുന്നു. ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. വാർത്താസന്ധ്യ അവസാനിക്കുന്നു.